ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നിങ്ങൾ കണ്ടല്ലോ അല്ലെ, നമുക്ക് വന്നിരിക്കുന്ന കുറെ പ്രോഡക്ട്സ് ആണെന്ന്. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ഇന്ന് കാണിക്കുന്ന മിക്ക പ്രോഡക്ട്സും നമ്മൾ ഇതുവരെ വീഡിയോയിൽ കാണിക്കാത്ത പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. നമ്മുടെ ഷോപ്പിൽ എന്തൊക്കെ ഐറ്റംസ് ആണുള്ളതെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ ഷോപ്പ് തോംസൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ്, പാല, കോട്ടയം ജില്ലയാണ്. ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് പാലായിലെ കുരിശുപള്ളിക്കും ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും മധ്യേ മെയിൻ റോഡ് സൈഡിലാണ്. അപ്പൊ നിങ്ങൾക്ക് ഷോപ്പ് വിസിറ്റ് ചെയ്ത് പ്രോഡക്ട്സ് വാങ്ങാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഇത് പ്രോഡക്ട്സ് ഏതെങ്കിലും അയച്ചു തരണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ പ്രോഡക്ട്സ് അയച്ചു തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇനി പ്രോഡക്ട്സ് കാണാം അല്ലെ, ഇന്ന് വന്നതാണേ. ഇപ്പൊ ഫസ്റ്റ് വണ് ഇത് എലിമിനേറ്റർ ആണ്. നമുക്ക് എലിമിനേറ്റർ ആയിട്ടും ബാറ്ററി ചാർജർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ 12 വോൾട്ട് 5 ആംപിയറിന്റെ ഉണ്ട്, 12 വോൾട്ട് 3 ആംപിയറിന്റെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഈ പ്രോഡക്ട്സിന്റെ ഒന്നും ഞാൻ വില പറയുന്നില്ല, കാരണം നമ്മള് പ്രോഡക്ട്സിന്റെ വില ഇട്ടിട്ടില്ല. വന്ന സാധനങ്ങൾ ഇങ്ങോട്ട് എടുത്ത് വെച്ചതേ ഉള്ളൂ. അപ്പൊ ഇനി ഇത് വിലയിട്ട് എടുത്തു വെക്കുമ്പോഴത്തേക്കും കുറെ ടൈം പിടിക്കും. അതുകൊണ്ട് ഞാൻ ആദ്യമേ അങ്ങ് പ്രോഡക്ട്സ് കാണിക്കുവാണ്. അപ്പൊ ഇതാണ് 12 വോൾട്ട് 5 ആംപിയറിന്റെ എലിമിനേറ്റർ ആയിട്ടും ബാറ്ററി ചാർജർ ആയിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് 3 ആംപിയറിന്റെ. പിന്നെ വന്നിരിക്കുന്നത് ഇത് ടോർച്ചിന്റെ ബാറ്ററികളാണ് കേട്ടോ, റീചാർജബിൾ ബാറ്ററികൾ. അതായത് നമ്മുടെ LED ടോർച്ചുകളുണ്ടല്ലോ, ഐബെല്ല്, സാൻഫോർഡ്, അങ്ങനെയുള്ള കമ്പനികളെ, ബ്രൈറ്റ് ലൈറ്റ്, അങ്ങനത്തെ ടോർച്ചിന്റെ റീചാർജബിൾ ബാറ്ററീസ് ആണ്. അപ്പൊ ഇത് പല വോൾട്ടിലുള്ളതുണ്ട്. ഇതിപ്പം 3.6ന്റെ ആണ് വന്നിരിക്കുന്നത്. ഓരോ ടൈപ്പ് ടോർച്ചിനും ഓരോ വോൾട്ടിലുള്ള ബാറ്ററികളായിരിക്കും. അതിന്റെ സൈസ് വ്യത്യാസം കാണും. അപ്പൊ നിങ്ങൾ ബാറ്ററികളൊക്കെ വാങ്ങാൻ പോകുമ്പം ഇവിടെ വരുവാണെങ്കിലും ഏത് ഷോപ്പിൽ പോവുകയാണെങ്കിലും ഒന്നെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പഴയ ബാറ്ററി കൊണ്ടുപോവുക, അല്ലെങ്കിൽ നിങ്ങൾ ടോർച്ച് കൊണ്ടുപോവുക. അതാണ് നമുക്ക് ബാറ്ററി വാങ്ങാൻ എളുപ്പം. ഇതിപ്പോ 2.4 വോൾട്ടിന്റെ ബാറ്ററിയാണ്. ഈ ബാറ്ററിയുടെ ഒക്കെ വില വരുന്ന ഏകദേശം ഒരു വില ഞാൻ പറയാം. ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്നതൊക്കെ ഒരു 200 രൂപ തൊട്ട് മുകളിലേക്കാണ് ഇതിന്റെയൊക്കെ വില വരുന്നത്. അത് വോൾട്ടും സൈസും ഒക്കെ അനുസരിച്ച് വില വ്യത്യാസം വരും കേട്ടോ. ഇതൊക്കെ 2.4 വോൾട്ടിന്റെ ബാറ്ററികളാണ്, റീചാർജബിൾ ബാറ്ററികൾ. പിന്നെ ഉള്ളത് ഇത് നമ്മൾ ഇതുവരെ കാണിക്കാത്ത ഒരു ഐറ്റം ആണ്, LED ടിവിയുടെ വാൾ മൗണ്ട്. ഇപ്പൊ ഈ വാൾ മൗണ്ട് അത് മൂവബിൾ ഉണ്ട്, ഫിക്സഡ് ഉണ്ട്. ഇപ്പൊ ഫിക്സഡ് വാൾ മൗണ്ട് ഒക്കെ ആണെങ്കിൽ താരതമ്യേന വലിയ വിലയൊന്നുമില്ല. 200, 150 തൊട്ട് എബോവ് ആണ് റേറ്റ് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടിവിയുടെ വലിപ്പം അനുസരിച്ചാണ്, എത്ര ഇഞ്ച് TV എന്നുള്ളതനുസരിച്ചാണ് വാൾ മൗണ്ടിന്റെ റേറ്റിൽ വ്യത്യാസം വരുന്നത്. അപ്പൊ വാൾ മൗണ്ട് വാങ്ങിക്കുമ്പം നിങ്ങൾ പറയുക ഇത്ര ഇഞ്ച് TV ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടക്കാർക്ക് എളുപ്പമുണ്ട്. അതനുസരിച്ചുള്ള വാൾ മൗണ്ട് നിങ്ങൾക്ക് എടുത്തു തരാനായിട്ട് പറ്റും. അപ്പോൾ അത് ഫിക്സഡ് ഉണ്ട്, മൂവബിൾ ഉണ്ട്. ഇപ്പൊ ഈ വന്നിരിക്കുന്നതൊക്കെ മൂവബിൾ വാൾ മൗണ്ട് ആണ്. ഇതിന്റെ ഇപ്പൊ ഒരു അളവ് പറയുകയാണെങ്കിൽ 14 തൊട്ട് 42 ഇഞ്ച് വരെയുള്ള ടിവിക്ക് പറ്റിയിട്ടുള്ള അളവിന് പറ്റിയിട്ടുള്ള ഒരു വാൾ മൗണ്ട് ആണ് ഇത് വന്നിരിക്കുന്നത്. ഈ മൂവബിൾ വാൾ മൗണ്ടിന് ഫിക്സഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വില കൂടുതലാണ്. ഒരു 500-650 രൂപ തൊട്ട് മേളിലേക്കായിരിക്കും അതിന്റെ വില വരുന്നത്. അത് സൈസ് അനുസരിച്ച് നമുക്ക് വില കൂടുതലാകും. ഇപ്പൊ ഇത് വേറൊരു ടൈപ്പാണ്. ഇത് 14 to 46 ഇഞ്ചസ് ടിവിക്ക് പറ്റിയിട്ടുള്ള ബ്രാക്കറ്റ്. അപ്പൊ വാൾ മൗണ്ട് എന്ന് പറയും, ബ്രാക്കറ്റ് എന്ന് പറയും, TV സ്റ്റാൻഡ് എന്ന് പറയും. അപ്പൊ ഓരോരുത്തരും അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഓരോ പേരുകളായിരിക്കും പറയുന്നത്. അപ്പൊ ഇത് ആ ടൈപ്പ് 14 തൊട്ട് 46 ഇഞ്ച് വരെയുള്ള LED ടിവികൾക്ക് പറ്റിയിട്ടുള്ളത്. പിന്നെ ഇതാണെങ്കിൽ അപ് ടു 56 ഇഞ്ച് വരെയുള്ള ടിവിക്ക് പറ്റിയിട്ടുള്ളതാണ്. ഇതാണെങ്കിൽ 60 ഇഞ്ച് വരെയുള്ള ടിവിക്ക് പറ്റിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ TV ഏത് വലുപ്പമാണോ അതനുസരിച്ചുള്ള വാൾ മൗണ്ട് വാങ്ങുക. അങ്ങനെ കുറെ നമുക്ക് മൂവബിൾ വാൾ മൗണ്ടുകൾ ഇന്ന് വന്നിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് 10 ഇഞ്ച് സബ് ഊഫർ ആണേ. അപ്പൊ സബ് ഊഫർ നമുക്ക് 4 ഇഞ്ചിന്റെ ഉണ്ട്, 6 ഇഞ്ചിന്റെ ഉണ്ട്, 8 ഇഞ്ചിന്റെ ഉണ്ട്, 10 ഇഞ്ചിന്റെ ഉണ്ട്, 12 ഇഞ്ച് ഉണ്ട്. അപ്പൊ 4 ഇഞ്ച് മുതൽ 12 ഇഞ്ച് വരെയുള്ള സബ് ഊഫറുകൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ സ്പീക്കർ ഐറ്റംസ് ഒക്കെ കുറെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതിന്റെ തന്നെയായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. ഇതിപ്പോ ഇന്ന് നമുക്ക് പാഴ്സൽ വന്നതിലുള്ള പ്രോഡക്റ്റ് ആണ്. പിന്നെ വന്നിരിക്കുന്നത് AV കോഡ്. നമുക്ക് സെറ്റപ്പ് ബോക്സിൽ നിന്ന് TVയിലോട്ട് കൊടുക്കാനുള്ള AV കോഡുകളാണ്. ഇപ്പൊ AV കോഡുകൾ 2 സൈഡിലും 3 പിന്ന് വരുന്ന AV കോഡ് ഉണ്ട്. ഒരു സൈഡിൽ 3 പിന്നും ഒരു സൈഡിൽ ഓക്സ് പിന്ന് വരുന്നത് കൊണ്ട് അത് ഓരോ ബോക്സിനും വ്യത്യാസം കാണും.
പിന്നെ ഇത് ഓക്സ് ടു 2 RC കോഡ്. ഇതും നമുക്ക് സെറ്റപ്പ് ബോക്സിനും ആംപ്ലിഫയറിനൊക്കെ കൊടുക്കുന്ന ടൈപ്പാണ്. പിന്നെ വന്നിരിക്കുന്നത് ക്ലാമ്പ് മീറ്റർ ആണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വേറൊരു മോഡൽ ക്ലാമ്പ് മീറ്റർ കാണിച്ചായിരുന്നു. അപ്പൊ ഇത് കുറച്ചുകൂടെ കൂടിയ ഒരു ക്ലാമ്പ് മീറ്റർ ആണ്, വില കൂടിയിട്ടുള്ള ഐറ്റം വേറെയാണ്. പിന്നെ വന്നിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് SMPS അഡാപ്റ്റർ ആണ്. ഇപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് ഇത് 19.5 വോൾട്ട് 19.5 വോൾട്ട് 4.7 ആംപിയറിന്റെ 19.5 വോൾട്ട് 4.7 ആംപിയറിന്റെ SMPS അഡാപ്റ്റർ ആണ്. ഈ മോഡലില് ഈ മോഡൽ അഡാപ്റ്റർ. പിന്നെ വന്നിരിക്കുന്നത് 19 വോൾട്ട് 4.7 ആംപിയർ. അപ്പൊ ഇത് വ്യത്യാസം വന്നിരിക്കുന്നത് ഇത് 19 വോൾട്ട് 4.7 ആംപിയർ, ഇത് 19.5 വോൾട്ട് 4.7 ആംപിയർ. അപ്പൊ ഇങ്ങനത്തെ പല വോൾട്ടിലുള്ള പല ആംപിയറിലുള്ള SMPS അഡാപ്റ്റർ ഇവിടെ ലഭ്യമാണ്. പിന്നെ വന്നിരിക്കുന്നത് ഇത് സോൾഡറിങ് അയണിന്റെ സ്റ്റാൻഡ് ആണ്. ഇപ്പൊ സോൾഡറിങ് അയൺ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, സോൾഡറിങ് അയൺ ചൂടായി കഴിയുമ്പോൾ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സേഫ് ആയിട്ട് വെക്കണം, കാരണം നല്ല ചൂടാണല്ലോ. അപ്പൊ അതിനു വേണ്ടിയുള്ള സോൾഡറിങ് അയൺ സ്റ്റാൻഡാണിത്. ചൂടായ അയൺ നമുക്ക് ഇതിലേക്ക് ഫിക്സ് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ വേറെ ഒരിടത്തും ടച്ച് ചെയ്യുകയില്ല, വേറെ ഡാമേജ് ഒന്നും വരത്തില്ല. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് സോൾഡറിങ് അയൺ സ്റ്റാൻഡ്. അപ്പൊ ഇതൊന്നും വലിയ വിലയില്ല കേട്ടോ, ഇതിനൊക്കെ 100 രൂപ താഴെ വില വരുന്നുള്ളൂ അല്ലെ, 100 രൂപ താഴെ ഇതിന്റെ വില വരുന്നുള്ളൂ. പിന്നെ നമുക്ക് റിമോട്ട് വന്നിട്ടുണ്ട്. ഇത് ലോയിഡ് AC റിമോട്ടാണ്. ഇത് ഓർഡർ ഉള്ള റിമോട്ടാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് റിമോട്ട് ഇവിടെ സ്റ്റോക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ഓർഡർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റിമോട്ട് വരുത്തി തരുന്നതായിരിക്കും. പിന്നെ വന്നിരിക്കുന്നത് ഇത് തോഷിബ LED ടിവിയുടെ റിമോട്ടാണ്. ഇത് ലോയിഡ് LED ടിവിയുടെ റിമോട്ട്, തോഷിബയുടെ വേറൊരു ടൈപ്പ് റിമോട്ട്. ഇത് ഏതിന്റെയാ? ഇത് ഐബൽ LED ടിവിയുടെ റിമോട്ട്. അപ്പൊ ഇതൊക്കെ ഈ ചോദിക്കുന്നതിന്റെ കാര്യം എന്താന്ന് ചോദിച്ചാൽ ചിലതൊന്നും എനിക്ക് അത്ര ഒരു പിടുത്തമില്ല ഈ TV റിമോട്ട്. കാരണം ഒരുപാട് ടിവികളുണ്ട്, ഒരുപാട് റിമോട്ട് ഉണ്ട്. അപ്പൊ ഇതെല്ലാം അറിഞ്ഞിരിക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് ഐബൽ ടിവിയുടെ വേറൊരു റിമോട്ട്. ഇത് ഹയർ ആൻഡ്രോയിഡ് ടിവിയുടെ റിമോട്ട്, ഈ ടൈപ്പ്. പിന്നെ നമുക്ക് കുറെ ഇൻസുലേഷൻ ടൈപ്പ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഷോപ്പിലുള്ളതാട്ടോ, ഇൻസുലേഷൻ ടൈപ്പ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം. അതായത് ചെറുതും വലുതുമായിട്ട് ഇലക്ട്രോണിക്സ് മേഖലയിൽ വേണ്ട ചെറുതും വലുതുമായിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും തന്നെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഐറ്റംസും അവൈലബിൾ ആണ്. ഇത് ലിഥിയം ബാറ്ററിയാണ്, CR1220 എന്ന് പറയുന്നത്. ഇപ്പൊ ഇത്തരം പല ബാറ്ററികളുണ്ടോ, ഇത് കൂട്ട് ബാറ്ററിയൊക്കെ നമ്മൾ നമ്പറും നോക്കിയൊക്കെയാണ് എടുക്കുന്നത്. അപ്പൊ ഓരോ പ്രോഡക്റ്റിനകത്തും ബാറ്ററി വരുമ്പോൾ ആ ബാറ്ററിയിൽ ഒരു നമ്പർ കാണും, ആ നമ്പർ നോക്കിയാണ് നമ്മൾ ഈ ബാറ്ററികളൊക്കെ വാങ്ങുന്നത്. പിന്നെ സോൾഡറിങ് ഫ്ലെക്സ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഏതിന്റെ ആയിരുന്നു? ഇത് കേരള വിഷന്റെ റിമോട്ടാണ്, കേബിളിന്റെ ആണ്, കേരള വിഷൻ കേബിളിന്റെ. പിന്നെ ഇത് മൈക്ക് കേബിള്, ഓക്സ് ഒരു സൈഡിൽ ഓക്സും ഒരു സൈഡില് മൈക്ക കുത്താനുള്ള ജാക്കും വരുന്നത്. ഇത് 1.5 മീറ്ററിന്റെ ആണ്. അപ്പൊ ഇത്തരം കേബിൾ 1.5 മീറ്റർ, 3 മീറ്റർ, 5 മീറ്റർ, 10 മീറ്റർ അങ്ങനെ പലതരത്തിലുള്ള അളവിൽ വരുന്നുണ്ട്. അതുപോലെ ഈ പിന്നുകളാണേലും പല സെറ്റിനും പലതരത്തിലുള്ള പിന്നുകളായിരിക്കും. അപ്പൊ അങ്ങനെ പല മോഡലിലുള്ളത് വരുന്നുണ്ട്. പിന്നെ ഉള്ളത് ARC കേബിള്. അപ്പൊ നിങ്ങൾക്ക് HDMI കേബിൾ ഒക്കെ അറിയാം അല്ലെ? അപ്പം പലരും HDMI കേബിൾ ഒക്കെ എല്ലാവരും തന്നെ വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ ARC കേബിൾ എന്ന് പറയുന്നത് കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. നമുക്ക് ഹോം തിയേറ്ററിൽ നിന്ന് TVയിലോട്ട് കൊടുക്കാൻ അല്ലെ, അപ്പൊ അല്ലെ ARC ഹോം തിയേറ്ററിൽ നിന്ന് TVയിലോട്ട് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ARC കേബിള്. അപ്പൊ കുറച്ചുകൂടി ഓഡിയോ ഒക്കെ ക്ലിയർ ആയിരിക്കും ARC കേബിൾ യൂസ് ചെയ്യുവാണെങ്കിൽ. അപ്പൊ ഇതിന് HDMI കേബിളിനേക്കാളും കുറച്ചുകൂടെ വില കൂടുതലുണ്ട്. ഇതും 1.5 മീറ്റർ, 3 മീറ്റർ, 5 മീറ്റർ, 10 മീറ്റർ അളവില് ലഭിക്കുന്നതാണ്. ഇത് വേറൊരു ടൈപ്പ് ARC കേബിള്. ഇത് 1.5 മീറ്ററിന്റെ, ആദ്യം കാണിച്ചത് 3 മീറ്ററിന്റെ. പിന്നെ ഉള്ളത് 14 തൊട്ട് 25 ഇഞ്ച് വരെ വലുപ്പമുള്ള LCD ടിവിയുടെ വാൾ മൗണ്ട് ആണിത്.
അതുപോലെ തന്നെ നമുക്ക് മോണിറ്റർ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി, നമുക്കിപ്പം മോണിറ്റർ ഇങ്ങനെ എവിടെയെങ്കിലും ഭിത്തിയില് ഇത് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് കൂട്ട് ബ്രാക്കറ്റ് ആണ് വാങ്ങിക്കുന്നത്, ഇത്രയും ചെറുത്. അപ്പൊ അത് കൂട്ടൊക്കെ ഇന്ന് സ്റ്റോക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ, ഇതും അവൈലബിൾ ആണ്. അപ്പോ ഇത്രയൊക്കെ പ്രോഡക്റ്റ് ആണ് ഇപ്പൊ വന്ന പാഴ്സലിലുള്ളത്. അപ്പൊ ഇതിൽ പലതും ഞാൻ നേരത്തെ കാണിക്കാത്ത പ്രോഡക്ട്സ് ആണല്ലോ. അപ്പൊ ഈ സാധനങ്ങളെല്ലാം നമ്മുടെ ഈ ഐറ്റംസ് എല്ലാം ഈ പ്രോഡക്ട്സ് എല്ലാം നമ്മുടെ ഷോപ്പിൽ ലഭ്യമാണ്. അപ്പോൾ ഇത്തരം പ്രോഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. അപ്പം നമുക്കിനി അടുത്ത കുറെ പ്രോഡക്ട്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.